Question എഴുതിയോ? Okay. A 2-meter square footing located in a dense sand at a depth of 2 meter. Determine the ultimate bearing capacity for the following cases. ആദ്യത്തെ ഫസ്റ്റ് പൊസിഷൻ അറ്റ് വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസ് ആണ്. സെക്കൻഡ് വൺ വാട്ടർ ടേബിൾ അറ്റ് ഫൂട്ടിംഗ് ലെവൽ. Position of water table at 1 meter below the footing. Then position of water table 1 meter below the ground surface. Then at 6 meter below the footing. Gamma equal to 18, saturated unit weight 20, NQ 33, N gamma 44, cohesion C is equal to 0. ഇത്രയാണ് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ്. അപ്പം അങ്ങനെ ഓരോ കേസിലും ഉള്ള ബിയറിംഗ് കപ്പാസിറ്റി കാണാനാണ് ക്വസ്റ്റ്യൻ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇവിടെ ഡെൻസ് സാൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊഹഷൻ സി ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ടാണ് എന്ത് എൻ സിയുടെ വാല്യൂ ഇവിടെ പ്രത്യേകിച്ച് തരാത്തത്. അപ്പം സി 0 ആണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ എന്താണ് എൻ സിയുടെ വാല്യൂ 0 ആണെന്ന് നമ്മൾ ഊഹിക്കാം. ഇനി ഇവിടെ ഫസ്റ്റ് കേസ് എന്തായിരുന്നു? ഫസ്റ്റ് കേസ് വാട്ടർ ടേബിൾ എവിടെയായിരുന്നു? ഗ്രൗണ്ട് സർഫസിലാണ്. അപ്പൊ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ അറ്റ് ഗ്രൗണ്ട് സർഫസ് ആണ്. ഫിഗർ വരയ്ക്കുക. ഓക്കെ, ഗ്രൗണ്ട് സർഫസിലായിരുന്നു വാട്ടർ ടേബിൾ എന്ന് പറഞ്ഞു. വിഡ്ത്ത് എത്രയായിരുന്നു? 2 മീറ്റർ അല്ലേ? ഡെപ്ത് എത്രയായിരുന്നു? 2 മീറ്റർ. 2 മീറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസ് ഇതാണ്. ഓക്കെ, നമുക്ക് കാണേണ്ടത് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ആണ്. ഇത് എന്ത് ഫൂട്ടിംഗ് ആണ്? സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പൊ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ ആദ്യമേ തന്നെ എഴുതുക. പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.4 അല്ലായിരുന്നു ഗാമ ബി എൻ ഗാമ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സ്ക്വയർ ഫൂട്ടിംഗ് ആവുമ്പോൾ. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. വാട്ടർ ടേബിളിന്റെ പൊസിഷൻ എവിടെയാണ്? ഗ്രൗണ്ട് സർഫസിലാണ്. വാട്ടർ ടേബിളിന്റെ പൊസിഷൻ വരുമ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് ഏത് രണ്ട് ടേമിലാണ് വ്യത്യാസം വരുന്നത്? സെക്കൻഡ് ടേമില് ഗാമ ഗാമ ഡാഷായി മാറും. തേർഡ് ടേമിലെ ഗാമയും ഗാമ ഡാഷായി മാറും. അപ്പൊ ഈ ഇക്വേഷനും കറസ്പോണ്ടിങ് ആ മാറ്റങ്ങൾ തന്നെ നമ്മൾ വരുത്തുക. ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സ്ക്വയർ ഫൂട്ടിംഗ് ആയതുകൊണ്ട് ആ സ്ക്വയർ ഫൂട്ടിങ്ങിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഞാൻ എഴുതി. ഓക്കെ, ഇനി വാട്ടർ ടേബിളിന് തന്നിട്ടുണ്ട്. അപ്പൊ വാട്ടർ ടേബിളിന്റെ പൊസിഷൻ ഗ്രൗണ്ട് സർഫസിലാണ്. നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ ഇക്വേഷനിലാണ് സ്റ്റാൻഡേർഡ് കേസ് പഠിച്ചു വെച്ചത്. അപ്പൊ സ്ട്രിപ്പ് ഫൂട്ടിങ്ങിന്റെ ഇക്വേഷൻ നിങ്ങൾ നോക്കുക. ആ ഇക്വേഷനിൽ വാട്ടർ ടേബിൾ വന്നപ്പം ഏത് ടേമിനാണ്, ഫസ്റ്റ് ടേമിനാണോ സെക്കൻഡ് ടേമിനാണോ തേർഡ് ടേമിനാണോ നമ്മൾ ചേഞ്ച് വരുത്തിയത്? അതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സ്റ്റാൻഡേർഡ് കേസ് വെച്ച് സ്ട്രിപ്പ് ഫൂട്ടിങ് കമ്പയർ ചെയ്യുമ്പം സെക്കൻഡ് ടേമിൽ ഗാമയ്ക്ക് ഗാമ ഡാഷും ആയിട്ടുണ്ടാവും, തേർഡ് ടേമിൽ ഗാമ ഗാമ ഡാഷ് ആയിട്ടുണ്ടാവും. അതേ മാറ്റങ്ങൾ തന്നെ ഈ സ്ക്വയറിന്റെ ഇക്വേഷനിലും ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പം ഇക്വേഷൻ എഴുതിയിട്ട് ആ ചേഞ്ച് വരുത്താം. ഇനി എല്ലാ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. കൊഹഷൻ 0 ആണ്, അപ്പൊ എൻ സി 0 ആണ്. ദെൻ ഡി എഫ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 2 മീറ്റർ ആണ്. ഗാമ സാറ്റ് തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 20 ആയിരുന്നോ? 20. പിന്നെന്തായിരുന്നു? എൻ ക്യൂ തന്നിട്ടുണ്ടായിരുന്നു, എത്രയാ? 37 ആണോ?
എനിക്ക് 33 എൻ ഗാമ എത്രയാ? 4. സൈസ് വിഡ്ത്ത് ഓഫ് ദ ഫൂട്ടിങ് 2 മീറ്റർ. ഇത്രയും ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതി വെക്കുക. ദെൻ ഇനി എല്ലാ വാല്യൂസും ചെയ്യുക. ഇതിനകത്ത് ഇനി അറിയില്ലാത്ത വാല്യൂ എന്ന് പറയുന്നത് ഗാമ ഡാഷ് ആണ്. അത് കാണാനുള്ളത് ഗാമ സാറ്റ് മൈനസ് ഗാമ ഡബ്ല്യു ആണ്. അതായത് 20 മൈനസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു 10. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂ യുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സിയും എൻ സിയും 0 ആവും. ആദ്യത്തെ ടേം 0 ആയിപ്പോവും. പിന്നെ സെക്കൻഡ് ടേമും തേർഡ് ടേമും ഉള്ളൂ. വാല്യൂസ് എല്ലാം അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂ യുവിൻ്റെ വാല്യൂ പറയുക. ആൻസർ ഹലോ കിട്ടി മിസ്സേ. ഓക്കെ. ഇനി അടുത്ത കേസ്, രണ്ടാമത്തത് എന്താണ്? വാട്ടർ ടേബിൾ എവിടെയാണ്? ഫൂട്ടിങ്ങിലാണ്. ഫിഗർ വരച്ചോ. വാട്ടർ ടേബിള് ഫൂട്ടിങ്ങിലാണ്, അതായത് ഫൂട്ടിങ്ങിൻ്റെ ബേസിലാണ്. അപ്പം ഇക്വേഷൻ എന്ത് വരും? ഫൂട്ടിങ്ങിലാവുമ്പം ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. ഇതിലെന്ത് വ്യത്യാസമാണ് ബേസിൽ വരുമ്പോൾ വരണത്, അല്ലെങ്കിൽ ഫൂട്ടിംഗ് ലെവലിൽ വരുമ്പോൾ വരുന്നത്? ലാസ്റ്റ് ടൈമിൽ മാത്രം ഗാമ ഡാഷ് വരും. ലാസ്റ്റ് ടേമിൽ മാത്രം ഗാമ ഡാഷ് വരും. ബാക്കി എല്ലാം അതുപോലെ തന്നെ നിൽക്കും. ഫൂട്ടിങ് ബേസിലാവുമ്പം ലാസ്റ്റ് ടേമിൽ മാത്രം ആ ഇക്വേഷനിൽ ഗാമ ഡാഷ് വരും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആൻസർ പറയാം. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇങ്ങനെ എഴുതാൻ തുടങ്ങി ഒരുപാട് ഇക്വേഷൻ എഴുതണം. അപ്പോൾ അതിലും ഭേദം സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സ്റ്റെപ്പ് ഓർത്ത് വയ്ക്കുക, അതിലെങ്ങനെയാണ് ചേഞ്ച് വരുന്നതെന്ന് മനസ്സിലാക്കി വയ്ക്കുക, അതിനനുസരിച്ച് സ്ക്വയറും സർക്കുലറും ചെയ്യാൻ പഠിക്കുക. അതാണ് എളുപ്പം.
കിട്ടിയോ? ആയിരത്തി 540 സാർ. 1540. ഓക്കെ, ഇനി അടുത്ത കേസ്. അടുത്ത കേസിൽ ഫൂട്ടിങ് എവിടെയാണ്? വാട്ടർ ടേബിൾ എവിടെയാണ്? മൂന്നാമത്തെ കേസ്. വാട്ടർ ടേബിൾ 1 meter below footing. 1 meter below footing ആണ്. അപ്പം എങ്ങനെ വരും? ഇത് ഫൂട്ടിങ് ആണ്. ഈ ഫൂട്ടിങ്ങിൽ നിന്ന് 1 meter മാറി ഒരു പോയിന്റിലാണ് എന്ത്? വാട്ടർ ടേബിൾ. ഇത് 2 meter ആണ്, വിഡ്ത്തും 2 meter ആണ്. അപ്പം ഏത് കേസിൽ വരും? ഫോർത്ത് കേസിൽ. ഫോർത്ത് കേസ് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 2 കണ്ടീഷൻ ഉണ്ട്. അപ്പം ആദ്യം നമ്മൾ എഴുതാം സ്മോൾ ലെറ്റർ ബിയുടെ വാല്യൂ എത്രയാണ്? സ്മോൾ ലെറ്റർ ബിയുടെ വാല്യൂ എത്രയാണ്? വൺ മീറ്റർ. അതായത് ഫൂട്ടിങ്ങിൽ നിന്ന് എത്ര മീറ്റർ താഴെയാണ് വാട്ടർ ടേബിൾ? അതാണ് സ്മോൾ ലെറ്റർ ബി. ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൂട്ടിങ്ങിന്റെ വിഡ്ത്ത് ആണ്, അത് 2 meter. അപ്പം ഇത് ഏത് കണ്ടീഷനിൽ വരും? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ ബി ആണ്. ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 meter ആണ്. ഓക്കെ, അപ്പം നമ്മൾ ക്യു യു കാണാൻ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? 1.2 CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.4 ഗാമ BN ഗാമ. എന്ത് വ്യത്യാസം വരിക? ലാസ്റ്റ് ടേമിൽ ഗാമ ബാർ വരും അല്ലേ? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയതുകൊണ്ട് ആദ്യത്തെ കേസ് വരും, അതിൽ ഗാമ ബാർ ലാസ്റ്റ് ടേമിൻ്റെ കൂടെ വരും. ഇനി ഗാമ ബാർ എങ്ങനെയാണ് കാണണേ? ഗാമ ഡാഷ് പ്ലസ് സ്മോൾ ലെറ്റർ ബി ബൈ ക്യാപിറ്റൽ ലെറ്റർ ബി ഇൻറ്റു ഗാമ മൈനസ് ഗാമ ഡാഷ്. ലാസ്റ്റ് ടൈം 0.4 ആണോ 0.5 ആണോ? 0.4 അല്ലേ? 0.4. സ്ക്വയർ ഫൂട്ടിംഗ് അല്ലേ? മാറിപ്പോരുത് കേട്ടോ. ആ ഒരു പോയിന്റ്, ആ കോൺസ്റ്റന്റ് മാറിയ ആൻസറിൽ വേരിയേഷൻസ് ഉണ്ട്. ഇക്വേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ആൻസറിനും മാറും, ഇക്വേഷൻ എഴുതിയിടം തൊട്ട് തെറ്റിപ്പോവും. ജസ്റ്റ് നമ്മളിപ്പം സോയിൽ കോഹഷനോ കോഹഷൻ ലെസ്സോ എന്ന് ഐഡന്റിഫൈ ചെയ്തതിനൊരു ഡിവിഷൻ വരുമായിരിക്കും. ആ ഒരു മാർക്ക് മാത്രമേ വീഴുള്ളൂ കേട്ടോ. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. ഈ മൊഡ്യൂളിൻ്റെ ചെയ്യാൻ ഭയങ്കര സുഖമാണ്, പക്ഷെ ഒരു വാല്യൂ മാറിയാൽ മാർക്ക് കിട്ടുകയില്ല.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ക്യൂവിൻ്റെ ആൻസർ പറയൂ. ഇത് 1680 0.8 1680.8. കിട്ടിയോ എല്ലാവർക്കും? കിട്ടിയ സർ. ഇനി അടുത്തത് എന്താണ്? വാട്ടർ ടേബിൾ എവിടെയാണ്? അറ്റ് ഏതായിരുന്നു കേസ്? 1 meter below ground surface. 1 meter below ground surface ആയിരുന്നു. ഇത് ഗ്രൗണ്ട് സർഫസ് ആണ്. ആ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് 1 meter താഴെയാണ് വാട്ടർ ടേബിൾ. ഇത് 1 meter. മൊത്തം അത് 2 meter. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? QU is equal to 1.2 CMC. അടുത്തത് ഇത് വലിയൊരു വ്യത്യാസമുള്ളത്. ഗാമ DW പ്ലസ് ഗാമ ഡാഷ് ഇൻറ്റു DF മൈനസ് DW ഹോൾ ഇൻറ്റു LQ പ്ലസ് 0.4 ഗാമ ഡാഷ് BN ഗാമ. ഇതെല്ലാവരും ഇക്വേഷൻ. ഗാമ DF ഗാമ DW എന്നല്ലേ? ഓക്കെ, ഇതായിരിക്കും ഇക്വേഷൻ. 1 meter ബിലോ ആകുമ്പോൾ സെക്കൻഡ് കേസാണോ തേർഡ് കേസായിരുന്നോ? സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ്. കിട്ടിയ ആൻസർ
1276. 1276. ഇനി അടുത്ത കേസ് വാട്ടർ ടേബിളറ്റ് ഒരുപാട് താഴെ. എത്ര ഡിസ്റ്റൻസ് ആയിരുന്നു അത്? 6 ആയിരുന്നോ 5 ആയിരുന്നോ? 6. 6 മീറ്റർ ബിലോ ബോട്ടിംഗ്. ഫൂട്ടിങ്ങിൽ നിന്നും 6 മീറ്റർ താഴെ. 6 മീറ്റർ. അപ്പൊ ഇത് ഏത് കണ്ടീഷനിൽ വരും? നാലാമത്തെ കേസിൽ സ്മോൾ ലെറ്റർ ബി എത്ര വരും? 6 meter. To be less than. അപ്പൊ ബി ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ബി ആണ്. അപ്പൊ ക്യൂ യു ഈക്വൽ ടു 1.2 സി എൻ സി. സി ഡാഷ് ഇടാത്ത എന്താണെന്ന് ചിന്തിക്കരുത് കേട്ടോ. സി ഇട്ടാലും സി ഡാഷ് ഇട്ടാലും കറക്റ്റ് ആണ് കേട്ടോ. സിയും സി ഡാഷും ഓക്കെ, അത് കുഴപ്പമില്ല. 1.2 സി എൻ സി പ്ലസ് ഇവിടെ ഗാമ ഡാഷ് ഇല്ലല്ലോ. ഗാമ ഡി എഫ് എൻ ക്യു. ഇങ്ങനെയല്ലേ ഇക്വേഷൻ? ലാസ്റ്റ് ടൈമിലല്ലേ ഡാഷ് ഉണ്ടായിരുന്നുള്ളൂ. അതെ. ഇതാ വാട്ടർ ടേബിളറ്റ് ഫൂട്ടിംഗ് ലെവലിന്റെ സെയിം അല്ലേ? സെയിം തന്നെ വരും. ആ എഫക്റ്റ് തന്നെയാണ് പിന്നെ താഴേക്ക് വരുന്ന എല്ലാ കേസിനും. ആ ഫൂട്ടിങ്ങിൽ ആ എഫക്റ്റ് വരാൻ തന്നെ കാരണം വാട്ടർ ടേബിൾ വരുമ്പോൾ ശരിക്കും പോർ വാട്ടർ പ്രഷർ ആണല്ലോ. ആ ഒരു പ്രഷർ അപ്വേർഡ് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഫൂട്ടിംഗ് ലെവലിലെ ലാസ്റ്റ് ടേമിൽ നമ്മൾ ആ ഒരു കൺസിഡറേഷൻ കൊടുത്ത് ചെയ്യുന്നത്. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ആയിരത്തി 540. എല്ലാവർക്കും കിട്ടിയോ? ഓക്കെ, ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യാം. ഇനി ഇതിനകത്ത് 3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്തിട്ട് ഞാൻ വിടാം.
ഇത് എഴുതാനല്ലേ സർ? ഈ ക്വസ്റ്റിനോട് ചെയ്തിട്ട് ഞാൻ വിടാം. അപ്പം നിർത്താം നമുക്ക്. പിന്നെ 2 ക്വസ്റ്റ്യൻ ഉള്ളു. അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തു. അപ്പോൾ ക്ലാസ്സിൽ ആദ്യത്തെ ചെയ്യിച്ച പോലത്തെ പ്രോബ്ലം. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ, ഇച്ചിരി ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. അത് ക്ലാസ്സിൽ ചെയ്യാം. നോക്കട്ടെ, അടുത്ത ആഴ്ച കൊണ്ട് ഈ മൊഡ്യൂൾ തീരും. അടുത്തൊരു ക്ലാസ് കൊണ്ട്. ഞാൻ മോഡ്സ് ഫെയിലിയർ പറഞ്ഞല്ലായിരുന്നോ ക്ലാസ്സിൽ? ജനറൽ ഷിയറും ലോക്കൽ ഷിയറും പഞ്ചിങ് ഷിയറും. ഒരു ക്ലാസ്സിൽ പറഞ്ഞായിരുന്നോ? പറഞ്ഞു നിർത്താം. ഓക്കെ. അപ്പം ഇനി ഒരു ക്ലാസ് കൊണ്ട് തീർക്കാം നമുക്ക്. തീരും. 2 കാര്യം കൂടെ ഉള്ളൂ. ടെസ്റ്റിന് ക്വസ്റ്റ്യൻസ് കിട്ടുമോ? സീരീസിനെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ ഇട്ടിട്ടില്ല. 25-ാം തീയതി അല്ലേ? ആ തരാം. ക്വസ്റ്റ്യൻ തരാം. നോക്കട്ടെ, ക്വസ്റ്റ്യൻ തരാം. ക്വസ്റ്റ്യൻ എഴുതിയോ? Okay. A square footing of size 1.8 meter by 1.8 meter is to be built at a depth of 1.6 meter on a uniform clay having soil properties phi equal to 0, C equal to 30 kilonewton per meter square, gamma equal to 18.2 kilonewton per meter cube. Find the safe load on the foundation that can withstand with a factor of safety of 3. If the water table subsequently rises from a depth of 6 meter to the ground surface, find the safe load on the foundation. Take gamma dash is equal to 10.5. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു സ്ക്വയർ ഫൂട്ടിംഗ് ആണ്, സൈസ് തന്നിട്ടുണ്ട്. 1.8 മീറ്റർ ഡെപ്തിലാണ് എന്ത് നമ്മുടെ ഫൂട്ടിംഗ് ഇരിക്കണം. നമ്മളോട് ചോദിച്ചേക്കുവാണ് സേഫ് ലോഡ് കണ്ടുപിടിക്കണം ഓൺ ദി ഫൗണ്ടേഷൻ ദാറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ഓഫ് 3. ആദ്യത്തെ കണ്ടീഷനിൽ വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ പറഞ്ഞിട്ടില്ല. വാട്ടർ സ്റ്റേഷൻ്റെ പൊസിഷൻ പറയാതെ നമ്മളോട് പറയുകയാണ് എത്ര സേഫ് ലോഡ് ആ ഫൗണ്ടേഷന് താങ്ങാൻ പറ്റും. രണ്ടാമത്തെ കേസിൽ ചോദിച്ചേക്കണ ഇതാണ്, വാട്ടർ ടേബിള് 6 മീറ്ററിലേക്ക് എന്താണ്, വാട്ടർ ടേബിൾ റൈസസ് ഫ്രം എ ഡെപ്ത് ഓഫ് 6 മീറ്റർ ടു ദി ഗ്രൗണ്ട് സർഫസ്. 6 മീറ്ററിലായിരുന്നു വാട്ടർ ടേബിള്. ഗ്രൗണ്ട് സർഫസിലേക്ക് വന്നാൽ
എത്ര സേഫ് ലോഡ് താങ്ങാൻ പറ്റും? ഇതെങ്ങനെ ചെയ്യും? ഇതിപ്പോ ആദ്യത്തെ കേസിൽ 6 മീറ്ററിലായിരുന്നു എന്നല്ലേ മിസ് എൻ്റെ അർത്ഥം? ആദ്യത്തെ കേസിൽ 6 മീറ്ററിലാണ് വാട്ടർ ടേബിൾ എന്ന് മനസ്സിലാക്കണം. അപ്പോഴുള്ള സേഫ് ലോഡ് കാണണം. അതിനുശേഷം ആ വാട്ടർ ടേബിൾ ഗ്രൗണ്ട് സർഫസിൽ വരുമ്പോൾ ഉള്ള സേഫ് ലോഡ് കാണണം. ആദ്യത്തെ കേസ് ചെയ്യുമ്പം വാട്ടർ ടേബിൾ തന്നിട്ടില്ല, പക്ഷേ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രത്യേകം പറയുന്നുണ്ട് 6 മീറ്റർ ഡെപ്തിൽ നിന്നാണ് റൈസ് ചെയ്തതെന്ന്. അതവിടെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. 6 മീറ്ററിലാണ് ഇനീഷ്യലി വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ എന്ന്. ഓക്കെ, അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ചെറിയ ഡിഫറൻസ്. പിന്നെ ചോദിച്ചേക്കണ ലോഡാണ്, നമുക്ക് സേഫ് ലോഡാണ് കാണേണ്ടത്. സേഫ് ലോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കാം? സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു എന്താണ്? ഏരിയ ആണ്. അപ്പം നിങ്ങൾ ഇത് എഴുതിക്കോളാം. കേസ് 1 എന്നും പറഞ്ഞ് എഴുതാം. വാട്ടർ ടേബിൾ എവിടെയാണ്? അറ്റ് 6 മീറ്റർ ഫ്രം ഗ്രൗണ്ട് സർഫസ്. ആദ്യത്തെ കേസ് അതാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് QS, സേഫ് ലോഡ്. അതെങ്ങനെ കാണാം? സ്മോൾ ലെറ്റർ QS, ബിയറിംഗ് കപ്പാസിറ്റി, സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഇൻറ്റു ഏരിയ ആണ്. അപ്പോൾ വാട്ടർ ടേബിൾ 6 മീറ്റർ താഴെയാണ്. ഫിഗർ വരയ്ക്കുക. ഇതാണ് ഗ്രൗണ്ട് സർഫസ്. അവിടെ നിന്ന് 6 മീറ്റർ താഴെയാണ് നമ്മുടെ വാട്ടർ ടേബിൾ. ഡെപ്ത് 1.5 ആയിരുന്നോ 1.6 ആയിരുന്നോ? 6. ഇത് 1.8 അല്ലായിരുന്നോ വിഡ്ത്? ഓക്കെ. അപ്പം ഇതാണ് കാണേണ്ടത്. സേഫ് ലോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, QS ഇൻറ്റു ഏരിയ ആണ്. അപ്പൊ QS കാണണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? QNS കണ്ടുപിടിക്കും. QS ആണെങ്കിൽ QNS പ്ലസ് ഗാമ DF ആയിരുന്നു. QNS എങ്ങനെ കാണാം? QNU ബൈ ഫാക്ടർ ഓഫ് safety ആണ്. QNU എങ്ങനെ കാണാം? QU മൈനസ് ഗാമ DF ആണ്. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ QU ആണ്. QU എങ്ങനെ കണ്ടുപിടിക്കാം? 6 മീറ്റർ താഴെയാണ് വാട്ടർ ടേബിൾ. അപ്പം ബിയറിംഗ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ത് വരും? കേസ് 4 രണ്ടാമത്തെ അല്ലേ? അതായത് സ്മോൾ ലെറ്റർ B ഗ്രേറ്റർ ദാൻ ക്യാപിറ്റൽ ലെറ്റർ B ആയിരിക്കും. 1.6 ഗ്രേറ്റർ ദാൻ, അല്ല 1.6 അല്ലല്ലോ വന്നെ, 6 മൈനസ് 5 മൈനസ് 4 അല്ലേ? 5.4 അല്ലേ? 6 മൈനസ് 4.4 അല്ലേ? 1.8. അപ്പോൾ ഇക്വേഷൻ എന്ത് വരും? 1.2 സ്ക്വയർ ഫൂട്ടിംഗ് ആണ്. അപ്പം 1.2 CNC പ്ലസ് ഗാമ DF NQ പ്ലസ് 0.4 0.4 ഗാമ ഡാഷ് അല്ലായിരുന്നോ? PN ഗാമ.
ക്യൂ യു കിട്ടിയോ? കിട്ടിയോ ക്യൂ യു? കിട്ടിയ ആൻസറാ? NC NQ N-ഗാമ കണ്ടുപിടിച്ചോ? NC 5.7, ഉം. NQ 1, ഉം. N-ഗാമ 0. N-ഗാമ 0. യൂണിഫോം പ്ലേ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യൂ യു കിട്ടിയോ? ക്യൂ യു 2081 ആണോ മിസ്സേ? 2000 തന്നെ ഉണ്ടോ? തെറ്റിപ്പോ ആദ്യത്തെ ലാസ്റ്റ് ടേം 0 ആയിപ്പോവും. ബാക്കി 2 ടേം അല്ലേ ഉള്ളൂ. 251 എവിടെയോ ഒരു ഡെസിമൽ മാറിപ്പോയിട്ടുണ്ട്. ചെക്ക് ചെയ്തേ. ഇരുന്നൂറ്റമ്പത്തൊന്ന് 234 234.32. 234.32. ശരി. ഓക്കെ, 234. ഓക്കെ, ഇതില് ഈ ക്വസ്റ്റ്യനിൽ ഈ ആൻസർ നോട്ടിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് മീൻസ് ഇതാണ്, ഇവിടെ ഈ ഗാമ ഡാഷ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഈ ബലത്തിൽ അത് 0 ആയി പോകുന്നതുകൊണ്ട് അത് ആൻസറിനെ എഫക്ട് ചെയ്തില്ല. ആ നോട്ടിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാം. നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഗാമ ഡാഷ് ഇടാൻ മറന്നു പോയിട്ടുണ്ട് ആ കുട്ടി. ഓക്കെ, 234. ഇനി QNU കണ്ടുപിടിച്ച് സേഫ് ലോഡ് കണ്ടുപിടിക്കുക. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ആ നോട്ടിൽ ആ 0.4 ഗാമ ഡാഷ് വരും, അത് എഴുതാൻ വിട്ടുപോയതാ. N-ഗാമ 0 ആയതുകൊണ്ട് ആൻസറിന് അത് വ്യത്യാസം അറിഞ്ഞില്ല. വാല്യൂം ഗാമയുടെ തന്നെ എടുത്തായിരുന്നു. വാല്യൂ ഗാമയുടെ അടുത്തേക്കുന്നത്. ഞാനിത് ഹോംവർക്ക് കൊടുക്കുമായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു, മറന്നുപോയി. കൊച്ചു ആബ്സെന്റ് ആയിരുന്നു, എന്തോ ഒരു കേസ് കൊണ്ട് അത് മാറിപ്പോയേക്കണേ. ഓക്കെ, സേഫ് ലോഡ് എത്ര കിട്ടുമെന്ന് പറ.
കിട്ടിയോ സേഫ് ലോഡ്? മുന്നൂറ്റി 15.9 അറിയില്ല. 315.96 ഇതൊക്കെയല്ലേ വാല്യൂസ്? 68, 97, 315. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് ചെയ്യണം. രണ്ടാമത്തെ കേസ് ചെയ്യുമ്പം കുറച്ച് ശ്രദ്ധിക്കണം. പറഞ്ഞുതരാം എന്താണ് തെറ്റിച്ച് കളയുന്ന എവിടെയാണ്. സെക്കൻഡ് കേസിൽ എന്താ പറഞ്ഞേക്കണേ? വാട്ടർ ടേബിൾ പൊങ്ങി വന്നു. എങ്ങോട്ടെത്തി? ഗ്രൗണ്ട് സർഫസിലെത്തി. വാട്ടർ ടേബിൾ ഇവിടെയായി. ബാക്കിയെല്ലാം അതുപോലെ തന്നെ, വിട്ടും ഇതൊക്കെ തന്നെ. അപ്പൊ ബിയറിംഗ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്ത് വരും? വാട്ടർ ടേബിള് ബേസ് ഫൂട്ടിങ് ഗ്രൗണ്ട് സർഫസിൽ വരുമ്പോൾ 1.2 CNC പ്ലസ് ഗാമ ഡാഷ് DF NQ പ്ലസ് 0.4 ഗാമ ഡാഷ് BN ഗാമ വരും. ഓക്കെ, ഇതല്ലേ ഇക്വേഷൻ? ഓക്കെ, നിൽക്കട്ടോ, നിങ്ങൾ ചെയ്തോ. ഒരു കാര്യം ഞാൻ പറയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സേഫ് ലോഡാ. സേഫ് ലോഡ് കാണണമെങ്കിൽ ഇനി എന്ത് ചെയ്യണം? QNU കാണണം. QNU എങ്ങനെ കാണാം? QU മൈനസ് ഗാമ DF ആണ്. അവിടെ നമ്മൾ കൊടുക്കുന്ന ഗാമ ഏത് ഗാമ കൊടുക്കണം? കാരണം വാട്ടർ ടേബിൾ നമ്മുടെ ഗ്രൗണ്ട് സർഫസിലാണ് വന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന ഗാമ വാട്ടർ ഗാമ ഡാഷ് കൊടുക്കണം. അതുപോലെ തന്നെ QNS കാണുമ്പോൾ QNU/FS ആണ്. QS കാണുമ്പോഴോ QNS പ്ലസ് ഗാമ ഡാഷ് DF കൊടുക്കണം. അവിടെ തെറ്റിച്ച് കളയരുത്. കാരണം വാട്ടർ ടേബിൾ എപ്പോഴും വാട്ടർ ടേബിളിൻ്റെ പൊസിഷൻ അനുസരിച്ച് ആ യൂണിറ്റ് വെയിറ്റിൽ വ്യത്യാസം വരും. അതനുസരിച്ച് വേണം നമ്മൾ വാട്ടർ പ്രഷർ കുറച്ചിട്ട് വേണം സോയിലിൻ്റെ പ്രഷർ എടുക്കാൻ. അതുകൊണ്ടാണ് അവിടെ ഗാമ ഡാഷ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ ചെയ്യുമ്പം QNUയും QSും ചെയ്യുമ്പം ഗാമ ഡാഷ് കൊടുത്ത് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ തെറ്റിപ്പോവും. കാരണം ഫൂട്ടിങ്ങിന് മുകളിലാണ് വാട്ടർ ടേബിൾ. അപ്പോൾ എന്തായാലും നമുക്ക് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് മാത്രം മതി, വാട്ടറിൻ്റെ വെയിറ്റ് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ സാച്ചുറേറ്റഡ് വെയിറ്റിൽ നിന്ന് വാട്ടറിൻ്റെ യൂണിറ്റ് വെയിറ്റ് കുറച്ച് കളയണം. അങ്ങനെ ചിന്തിച്ചാൽ മതി. ബിയറിംഗ് കപ്പാസിറ്റി എപ്പോഴും എന്തിനാണ്? സോയിലിനാണ്. അപ്പോൾ ആ സോയിലിൻ്റെ വെയിറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി, യൂണിറ്റ് വെയിറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് മറക്കരുത് ഇങ്ങനത്തെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ. സേഫ് ലോഡ് എത്ര കിട്ടുമെന്ന് പറ.
ആൻസർ 276 കിട്ടും. കിട്ടിയ ആൻസറാ? ഹലോ, ജെയിംസ്. ഓക്കെ. കിട്ടിയില്ലേ? 222. കിട്ടിയ ആൻസർ 276.05. 276.05. കിട്ടിയ എല്ലാവർക്കും? ഓക്കെ മിസ്. ഓക്കെ. ഇതില് ഈ വാട്ടർ ടേബിളിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും ക്ലാസ്സിൽ ചെയ്യിക്കില്ല. നമ്മൾ ഈ വാട്ടർ ടേബിളിൻ്റെ ആദ്യത്തെ ഈ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ, ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് 6ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നമ്പർ 6. ഈ ക്വസ്റ്റ്യൻ ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഓരോ പൊസിഷനിൽ വരുമ്പോൾ എങ്ങനെയാണ് ആ ഇക്വേഷൻ വെച്ചിട്ട് ഡയറക്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ക്ലാസ്സിൽ ചെയ്യിക്കില്ല. ഒരു പ്രോബ്ലം അതുപോലത്തെ ചെയ്യിച്ചു. അതുകൊണ്ട് ഇനിയുള്ളത് ഇതിനകത്തൊരു പെൻഡിങ് ഈ ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ആയിരിക്കും ഞാൻ അടുത്ത ക്ലാസ്സിൽ ചെയ്യിക്കുന്നത്. ഓക്കെ. അപ്പോൾ എല്ലാവരും മറ്റേത് തനിയെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ വാട്ടർ ടേബിള് കഴിഞ്ഞിട്ടുള്ള, വാട്ടർ ടേബിളിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ. അറ്റൻഡൻസ് ഒന്ന് പറഞ്ഞേക്കാമോ? ആദർശുണ്ടോ? Present, miss.